പ്രിയൻ, ഈ വന്ദേ ഭാരതിൻ്റെ ഒരു സുരക്ഷയെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. ഒരു പശു കുറുക്കു ചാടിയാലും വന്ദേ ഭാരതിന് അപകടം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ വലിയ വിജയമാണ് വന്ദേ ഭാരത്. ടിക്കറ്റ് പോലും കിട്ടാനില്ല. എല്ലാവർക്കും വളരെയധികം വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡൊക്കെ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ഈ ആശങ്ക എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? അതായത് വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമായിട്ടുള്ള ട്രെയിനാണ്. പക്ഷേ അതിൻ്റെ ഒരു സുരക്ഷാ പ്രശ്നത്തെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിനിന് സുരക്ഷയില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യം കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. സാധാരണഗതിയിൽ ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടുന്ന എല്ലാ സ്ഥലത്തുമുള്ള അതേ ടെക്നോളജി, അതേ ട്രെയിനിൻ്റെ മാതൃക, അതേ രീതികൾ എല്ലാം തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. പക്ഷേ നമ്മുടേത് ഒരു സവിശേഷമായ സാമൂഹിക സാഹചര്യമാണുള്ളത്. കാരണം നമുക്കിവിടെ കൃഷിയുണ്ട്, പശുക്കളുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു ഒരു സ്വതന്ത്രമായ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെയാണ്. വിദേശത്ത് ഉള്ള വികസിത രാജ്യങ്ങളിൽ, പല യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും പശു ഇങ്ങനെ അഴിഞ്ഞു നടക്കുക പോലുള്ള പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ വനമേഖലയിൽ കൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നതെങ്കിൽ അവിടെയെല്ലാം സുരക്ഷാ ഭിത്തികളുണ്ടാകും, ട്രെയിനിൽ ഇടിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രാമങ്ങളിൽ കൂടെയാണ് തീവണ്ടി പാളങ്ങൾ കടന്നു പോകുന്നത്. വലിയ ദൂരങ്ങൾ താണ്ടേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പകുതിയോ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ജില്ലയുടെ അത്ര വലിപ്പമൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ വലിപ്പം എന്ന് പറയുന്നത് വലിയ വിശാലമായ ഭൂപ്രദേശങ്ങളുണ്ട്, ഈ കാർഷിക മേഖലകളുണ്ട്, ഗ്രാമീണ മേഖലകളുണ്ട്. അവിടെയൊക്കെ ഈ പശുക്കളെ അഴിച്ചു വിടാറാണ് പതിവ്. കൂട്ടമായി പശുക്കൾ കടന്നു പോകും, റെയിൽവേ ട്രാക്ക് മുറിച്ച് കിടക്കും. ഇങ്ങനെയൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സാധാരണ ട്രെയിനുകളാണെങ്കിൽ നമ്മുടെ ട്രെയിനുകൾക്ക് ഇടിച്ചാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എഞ്ചിൻ മുൻഭാഗത്തുണ്ട്. ആ എഞ്ചിനിൽ ഇടിച്ചു കഴിഞ്ഞാൽ പശു ചത്തുപോകും, ഇതിനെ തെറിച്ചു പോകും. അപ്പോൾ അതോടുകൂടി ട്രെയിനിന് വേറെ അപകടമൊന്നും പറ്റുന്നില്ല. ഒരു വാഹനത്തിലിടിച്ചാൽ പോലും, ഒരു വാഹനം ഈ അറിയാതെ ലെവൽ ക്രോസിൽ കടന്നു വന്നു അതിലിടിച്ചാൽ പോലും മറ്റ് ട്രെയിനുകൾക്ക് കാര്യമായ അപകടങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം വലിയ ഭാരമേറിയ ലോക്കോമോട്ടീവ് സംവിധാനം, എഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വന്ദേ ഭാരതിന് അങ്ങനെയല്ല. അങ്ങനെ ഒരു എഞ്ചിൻ സംവിധാനം മുൻവശത്ത് ഇല്ല. അത്രയും ഭാരമേറിയ ഒരു എഞ്ചിനില്ല. കാരണം ഇതിൻ്റെ ലോക്കോമോട്ടീവ് സംവിധാനം ഓരോ ബോഗികൾക്കടിയിലുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ മുന്നോട്ട് കുതിക്കുന്നത്. അപ്പോൾ താരതമ്യേന ഭാരവും ഈ ട്രെയിനിന് കുറവാണ്. പഴയ ട്രെയിനുകളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഭാരമേറിയ ബോഡി അല്ല ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഭാരം കുറയുന്നു അത്രത്തോളം ഈസി ആയിട്ട് ഇതിനെ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും, കൂടുതൽ ആൾക്കാരെ കയറ്റാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഈ ട്രെയിനിൻ്റെ ഭാരം കുറച്ചിട്ടുണ്ട് പൊതുവെ. പോരാത്തതിന് ഈ ചെറിയ എഞ്ചിനുകളുമാണ്, വലിയ ഈ പറയുന്ന ലോക്കോമോട്ടീവ് സംവിധാനമില്ല. ഈ ഭാരക്കുറവ് ഇതിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. സാധാരണഗതിയിലുള്ള തീവണ്ടികളുടെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-120 കിലോമീറ്ററിലേക്ക് പരമാവധി പോകുന്നത് 140 വരെയൊക്കെയാണ്. പക്ഷേ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് എന്ന് പറഞ്ഞാൽ 180 മുകളിൽ പോകാൻ കഴിയുന്ന ട്രെയിനാണ്. അത് ഏതാണ്ട് 200 വരെയാണ് അതിൻ്റെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള, അതായത് നമ്മൾ അതിൻ്റെ സാങ്കല്പികമായിട്ടുള്ള പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വേഗം എന്ന് പറയുന്നത് 200 വരെയും പോകാൻ കഴിയും സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക്. പക്ഷേ ഇവിടെ വന്നിട്ട് വേറൊരു ചെറിയ മാറ്റവും കൂടിയുണ്ട്. നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള റെയിൽവേ പാളങ്ങളുടെ പ്രത്യേകത കൂടെ വെച്ച് 160 കിലോമീറ്ററിലധികം വേഗതയിൽ പോകാനായിട്ട് ഈ തീവണ്ടികൾക്ക് കഴിയില്ല. സാധാരണ ട്രെയിൻ 100, 120, 130 കിലോമീറ്റർ വേഗത്തിൽ ഏറ്റവും വേഗതയേറിയ മറ്റ് ട്രെയിനുകൾ, വന്ദേ ഭാരത് അല്ലാത്ത സാധാരണ ട്രെയിനുകൾ, ശതാബ്ദിയോ ഇല്ലെങ്കിൽ രാജധാനിയോ പോലുള്ള ട്രെയിനുകളൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പരമാവധി 120 ആയിരിക്കും. പരമാവധി വേഗമാണ് ഈ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പാളത്തിൻ്റെ വളവുകൾ, കയറ്റിറക്കങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ വന്ദേ ഭാരത് ഓടുന്ന ചില ട്രാക്കുകൾ, ചില മേഖലകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. വളവുകൾ നിവർക്കുക, തിരിവുകളില്ലാത്ത രീതിയിൽ സജ്ജീകരിക്കുക, കയറ്റിറക്കങ്ങളുടെ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് കൊണ്ടുവരിക. അങ്ങനെ പരമാവധി ഇപ്പോൾ ട്രാക്കുകൾ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഭൂപ്രദേശത്ത് മുഴുവൻ ഒരേ രീതിയിലുള്ള ഉയരമായിരിക്കും ട്രാക്കുകൾക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ റെയിൽവേ ഡബിളിംഗ് നടക്കുന്നുണ്ട്. കന്യാകുമാരി വരെയുള്ള സിംഗിൾ പാതയായിരുന്നു, അതിപ്പോൾ ഡബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏതാണ്ട് മുഴുവൻ പാതയിലും ഒരേ ഉയരത്തിൽ തന്നെ ക്രമീകരിക്കാനായിട്ട് റെയിൽവേ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേഗത ക്രമീകരിക്കാൻ കഴിയും. ഇപ്പോൾ പാളത്തിന് സമാന്തരമായതുകൊണ്ട് തന്നെ വളവുകൾ നിവർക്കുന്ന കാര്യമൊന്നും പ്രത്യേകിച്ച് പരിഗണനയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ അതിന് പ്രത്യേകമായ പദ്ധതികൾ റെയിൽവേ തയ്യാറാക്കുന്നുമുണ്ട്. എന്നാൽ വന്ദേ ഭാരതിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. ഈ ട്രെയിനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
നമുക്കറിയാം നമ്മളെല്ലാവരും വന്ദേ ഭാരതിൽ സഞ്ചരിക്കുന്നവരാണ്. ഈ ട്രെയിനിനുള്ള പ്രധാന പ്രത്യേകത എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഇതെന്ന് പറഞ്ഞാൽ വന്ദേ ഭാരത് ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വേഗതയിൽ ഒരു സ്ഥലത്ത് എത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന് ഇതിനകത്ത് ആ ഒരു സംവിധാനങ്ങൾ എന്ന് വെച്ചാൽ സിറ്റിങ്, പിന്നെ AC സംവിധാനം, അതോടൊപ്പം ക്ലീൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റ് വണ്ടികളിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ ജനലുകളിലും വിൻഡോസിലൊക്കെ വലിയ ജനലുകളാണ്, സുഖമായിട്ട് പുറത്തെ കാഴ്ചകൾ കാണാം. ഒരു മനോഹരമായൊരു യാത്രാ സുഖം നൽകുന്നുണ്ട്. അപ്പൊ ഈ പ്രത്യേകതകളൊക്കെയാണ് വന്ദേ ഭാരതിനെ വ്യത്യസ്തമാക്കുന്നത്. സാധാരണ ട്രെയിനിലുണ്ടാകുന്ന ഒരു അലച്ചിലിന്റെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല, ഒരു കംഫർട്ട്, എപ്പോഴും നമുക്ക് സുഖകരമായിരിക്കുന്നു എന്ന് പറയുന്നത്. കണക്ടിവിറ്റി ഉണ്ട്, നെറ്റ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അതിനകത്ത് എന്റർടൈൻമെന്റ് സംവിധാനങ്ങളുണ്ട്, വെള്ളം സൗജന്യമായി വെള്ളം നൽകും, നമുക്ക് ഭക്ഷണം നൽകും, എക്സിക്യൂട്ടീവ് കോച്ചിലാണെങ്കിൽ ഭക്ഷണവും ഉണ്ട്. അത്തരത്തിൽ നമ്മുടെ റെയിൽവേ സംവിധാനത്തിന് ഒരു വിപ്ലവം കൊണ്ടുവന്നതാണ്. 2019 ഈ ട്രെയിൻ 18 എന്ന് വിളിക്കുന്ന വന്ദേ ഭാരതിനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യത്തെ പാത ഡൽഹിയിൽ നിന്ന് വാരാണസിയിലേക്കായിരുന്നു. അതായിരുന്നു പരീക്ഷണം. ആ വേഗത വലിയ രീതിയിൽ കുറഞ്ഞു, വമ്പൻ വിജയമായി ഇത് മാറി. ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടങ്ങളെല്ലാം തന്നെ വിജയമായിരുന്നു, ജനപ്രിയമായി, ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ബയോ ടോയ്ലറ്റ് സംവിധാനം, അതായത് ഈ ടോയ്ലറ്റിന്റെ വിപ്ലവം, അത് ഇന്ത്യൻ റെയിൽവേയിൽ കൊണ്ടുവന്നത്. അതായത് ഒരു സഞ്ചരിക്കുന്ന ട്രെയിനേജ് എന്ന് വരെ വിമർശനം ഏറ്റിട്ടുണ്ട് റെയിൽവേക്ക്. കാരണം റെയിൽവേ ട്രെയിൻ എവിടെയൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാം പാളത്തിലെല്ലാം ഈ മനുഷ്യ വിസർജ്യം വീണ് കിടക്കുകയും അങ്ങനെ വളരെ വൃത്തികേടായിട്ടുള്ള ഇന്ന് റെയിൽവേ ട്രാക്കുകളിലൊന്നും അത്തരം വിസർജ്യങ്ങളൊന്നും ഇല്ല. കാരണം ബയോ ടോയ്ലറ്റ് ക്ലീനായി, റെയിൽവേ ക്ലീനായി. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങിന്റെ ഒരു അപര്യാപ്തതയുടെ പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ ട്രെയിനുകളിൽ, ടോയ്ലറ്റിന്റെ ക്ലീനിങ്ങിന്റെ. പക്ഷെ എന്നാൽ AC കമ്പാർട്ട്മെന്റിലെ ട്രെയിനുകളിൽ ആ പ്രശ്നം വരുന്നില്ല. അവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കും, ക്ലീൻ ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ചാൽ, ക്ലീൻ ചെയ്താൽ ഇത് വൃത്തിയായി ഇരിക്കും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, വന്ദേ ഭാരതത്തിലാണെങ്കിൽ ഈ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പൂർണ്ണമായും ശുചിയാക്കി, ഏറ്റവും വൃത്തിയാക്കി, ഹൈജീനിക്കാണ്. ട്രെയിൻ തന്നെ കഴുകി വൃത്തിയാക്കും അവർ. ഓരോ സർവീസ് കഴിയുമ്പോഴും ട്രെയിൻ വൃത്തിയാക്കിയതിനു ശേഷമാണ് യാത്ര തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ശതാബ്ദി ആ പാത പിന്തുടരുന്നുണ്ട് എങ്കിലും ഈ ശതാബ്ദിയിൽ തന്നെ ഈ പറയുന്ന മാറ്റങ്ങൾ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. ഈ വന്ദേ ഭാരത് പൂർണ്ണമായിട്ടും കുറേ കാലം കഴിയുമ്പോൾ വന്ദേ ഭാരത് ട്രെയിനിലേക്ക് ഇന്ത്യ പതിയെ മാറുമായിരിക്കും. കാരണം ഇന്ത്യ ഉണ്ടാക്കിയ ട്രെയിനും കൂടെയാണിത്. ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ വലുതാണ്. കാരണം ഈ ഒരു പ്രശ്നം, അതായത് വണ്ടി ഇടിച്ചാൽ പാളം തെറ്റും, പശുവിനെ ഇടിച്ചപ്പോൾ ഒരു പാളം തെറ്റും എന്ന് പറയുന്ന ഈ വെയിറ്റിന്റെ കുറവ് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് വേഗത കൂട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ബദൽ മാർഗം ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. 3000 കിലോമീറ്ററിൽ ഇപ്പം തന്നെ കോൺക്രീറ്റ് സുരക്ഷാ വേലി കെട്ടിക്കഴിഞ്ഞു. ബാക്കിയും അതുപോലെ ചെയ്യും. സുരക്ഷാ വേലിയിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ പശുക്കളോ മറ്റു മൃഗങ്ങളോ മനുഷ്യരോ പെട്ടെന്ന് കടക്കാത്ത രീതിയിലുള്ള സുരക്ഷാ വേലികൾ കെട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. 100% വന്ദേ ഭാരത് എന്ന് പറയുന്നത് വിജയമായി തീരുന്ന ഒരു ട്രെയിനാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. റെയിൽവേ അത്രേ ഉള്ളൂ, വലിയ ചെലവുള്ള കാര്യവുമല്ല. കാരണം ഒരു പശു എത്ര ഉയരം ചാടി കിടക്കും, അത്രയുള്ള ഒരു സുരക്ഷാ വേലി കെട്ടിയാൽ പോരെ. അത് മാത്രമല്ല, സുരക്ഷാ വേലി കിട്ടുമ്പോൾ ആൾക്കാർ ചാടുന്നതും കുറയും, ആൾക്കാർ ഇറങ്ങുന്ന അപകടം ഉണ്ടാകുന്നത് എല്ലാം കുറയുകയും ട്രെയിനിന് സുരക്ഷിതമായി വലിയ വേഗം സ്വീകരിക്കാം. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ റെയിൽവേ ലൈനുകൾ സ്ട്രൈറ്റൻ ചെയ്യുന്ന പദ്ധതികളും കൂടെ നടത്തി കഴിയുന്നതോടുകൂടി ഇന്ത്യൻ റെയിൽവേ സിസ്റ്റം വളരെ മികച്ചതും ഏറ്റവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു യാത്രാ സംവിധാനമായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല.